ഭിന്നശേഷി സംവരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മതസാമുദായിക സംഘടനകൾ. സർക്കാരിന് മുന്നറിയിപ്പുമായി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കാതോലിക്ക ബാവ രംഗത്തെത്തി. അകാരണമായി നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് ക്ലിമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് യാചിക്കുകയാണെന്ന് ശിവഗിരി മഠത്തിലെ വിശാലാനന്ദ സ്വാമികളും പറഞ്ഞു. കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് പ്രതികരണം. ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് കൂടി ബാധകമായ ഒരു പുതിയ നിയമം സംവരണം 4% എന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ ഭിന്നശേഷി എന്നത് നമ്മളുടെ സഹോദരങ്ങളുടെ സംരക്ഷണത്തിനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് സമ്മതത്തോടുകൂടി അത് സ്വീകരിച്ചത്. ഈ ഭിന്നശേഷി വിഭാഗത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് പറഞ്ഞ വാക്കിനെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്ക് പാലിക്കണം. ഈ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ തന്നെ അത് നീതിയോടുകൂടി നിർവഹിക്കണം എന്ന് പരസ്യമായി പറയുന്നതിനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത്. മുഖ്യമന്ത്രിക്കായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കായാലും ഈ അറിവൊക്കെ പകർന്നു കൊടുത്തത് ഈ അധ്യാപകരാണ്. അപ്പൊ അവരുടെ വേദനകള് മനസ്സിലാക്കുവാനുള്ള ത്രാണി അധികാരികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. പലതവണ അധികാരികളെ സമീപിക്കുകയുണ്ടായി. അവര് പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ സർവാത്മന നിയമപരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേപ്പറുകളും കൊടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് മാനേജർമാർ എന്ന നിലയിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. എത്ര വർഷമായിട്ട് ഇതിനൊരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകര് അധികാരിയുടെ മുമ്പില് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് യാചിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇവിടുന്ന് ഉണ്ടാകണം. ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ലെന്നും രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. റഹീസ് റഷീദാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി. കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിക്കപ്പെടേണ്ട സമയത്തൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു കുറവ്. അവർ കോടതിയിൽ പോകണ്ടേ? മാനേജ്മെന്റിലെ കോടതിയിൽ പോകേണ്ടത് അവരല്ലേ? കോടതി ചെന്ന് അവരുടെ ഭാഗം പറയേണ്ടത്. ഭിന്നശേഷിക്കാരെ സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി പോകേണ്ട ആര്? അഫക്റ്റഡ് പാർട്ടിയല്ലേ പോവേണ്ടത്. അവർ പോയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ബഹുമാനപ്പെട്ട ബാബ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകളായിട്ട് ബന്ധമുള്ളതല്ല. ഇതെന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിനൊരു വിഷമിക്കേണ്ട കാര്യമില്ല. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഇത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റേണ്ടതില്ല, ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഏതായാലും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വിവിധ മതസംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. അതിൽ കത്തോലിക്ക സഭയിലെ വിവിധ സഭകളിൽപ്പെട്ട സംഘടനകൾ, ഒപ്പം ശിവഗിരി മഠം, MES പോലുള്ള മുസ്ലിം മാനേജ്മെന്റ് സംഘടനകളുടെ പ്രതിനിധികളെല്ലാം പങ്കെടുത്തു. അത് ഉദ്ഘാടനം ചെയ്തത് മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കാതോലിക്ക ബാവയാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ സർക്കാർ തന്നെ പ്രശ്നം പരിഹരിക്കണം, എന്നിട്ട് മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാവൂ എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. അതിൽ സംസാരിച്ച പലരും പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് എന്നാണ് അതിൽ സംസാരിച്ച ശിവഗിരി മഠത്തിൻ്റെതടക്കമുള്ള പ്രതിനിധികൾ പറഞ്ഞത്. ശരി, റഹീസാണ് വിശദാംശങ്ങൾ നൽകി.